ബിഗ് ബോസ് സീസൺ 8 വരുന്നു മക്കളെ. ഇവർ 20 പേർ. ആരൊക്കെയാണ് 20 പേരെന്ന് അറിയാമോ? പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് 8 നിങ്ങൾക്ക് എല്ലാവരെയും അറിയാമായിരിക്കും. കാരണം എല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളാണ്. ആക്ടേഴ്സ്, ആങ്കേഴ്സ്, ആക്ട്രസ്, സിംഗേഴ്സ്, കോൺട്രവേഴ്ഷ്യൽ താരങ്ങൾ, വൈറൽ താരങ്ങൾ, സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നവര്, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഉണ്ട്. ഇത്തവണ സെലിബ്രിറ്റീസും ആർട്ടിസ്റ്റുകളും ഒക്കെയാണ് കൂടുതൽ. എന്താണ് കാരണം? അഗ്നിപരീക്ഷയാണ്. കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ്. അപ്പോൾ ഈ സെലിബ്രിറ്റീസ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ആരൊക്കെയാണ് സീസൺ 8 ഭാഗമാകാൻ പോകുന്നത് എന്നുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് കേൾക്കാനായിട്ട്? പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നു, ഇത് പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. സീസൺ 8 ലോഗോ വന്നു. അപ്പൊ നമുക്കൊരു ആദ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് പോലെ ഇടുന്നതാണ്. മുൻപ് ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റ്, എക്സ്പെക്ടേഷൻ ലിസ്റ്റ്, ഓഡിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് കലർത്തിയിട്ടുമുണ്ട്. പിന്നെ എല്ലാം കൂടി കലക്കിയ ഒരു ലിസ്റ്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ലിസ്റ്റിനകത്ത് സാധ്യതാ പട്ടികയാണ്. തുടക്കം തന്നെ ഞാൻ പറയുന്നു, കൺഫർമേഷൻ ഒന്നും അല്ല. കാരണം ഇനിയും കിടക്കുവാണ് ബിഗ് ബോസിന് 2-3 മാസങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബിഗ് ബോസ് വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ഓഡീഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ചിലപ്പോൾ സെലക്ട് ആയ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ഇതിലൊന്നും കാണാത്ത, ബിഗ് ബോസ് വിളിച്ചിട്ട് പോലും ഇല്ലാത്ത, ബിഗ് ബോസിന്റെ തലയിൽ പോലും ഉദിക്കാത്ത പേരുകൾ ഉണ്ടാവാം, എന്റെ ആഗ്രഹങ്ങൾ ഉണ്ടാവാം. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ടുള്ള നമ്മുടെ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ സീസൺ 5-ന്റെയും 6-ന്റെയും 7-ന്റെയും ഒക്കെ പ്രഡിക്ഷൻ ലിസ്റ്റ് അനുസരിച്ച് ഇട്ടത്, അതുപോലെ തന്നെയാണ് ഇത്തവണയും പ്രഡിക്ഷൻ ഇടുന്നത്. സോ ഓരോരുത്തർ അവർ സെലക്ട് ആയോ, ഇവർ ഔട്ടായോ, അവർ ഇന്ന പ്രോഗ്രാം, ഇവര് മറ്റടുത്ത ഇനോഗ്രേഷൻ, അങ്ങനെ എന്നും പറയരുത്. നമുക്ക് പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് മുന്നോട്ട് പോവാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തുടക്കമേ കയറി കൺഫർമേഷൻ ഒന്നും പറഞ്ഞ് ആരുടെയും ചാൻസുകളെ അഫക്റ്റ് ആക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ദിസ് ഇസ് എ പ്രഡിക്ഷൻ ലിസ്റ്റ്. അത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പേരുകൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങുകയാണ്. ഒന്നാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു ഫുഡ് ബ്ലോഗറിന്റെ ആണ്. ഏഷ്യാനെറ്റിൽ ഇപ്പൊ റീസെന്റ് കോമഡി കുക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഈ ആളുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സന്ധ്യമ്മ. സന്ധ്യാമ്മയെ നിങ്ങൾക്കറിയാവോ? നമ്മുടെ കടൽ മച്ചാന്റെ അമ്മയാണ്. അപ്പൊ കോമഡി കുക്സിൽ വന്നതുകൊണ്ട് തന്നെ എപ്പോഴും കോമഡി കുക്സിലൊക്കെ തമിഴ് ബിഗ് ബോസിലൊക്കെ കോമഡി കുക്സിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സന്ധ്യാമ്മയുടെ പേര് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഞാൻ പറയുന്നു, കൺഫർമേഷൻ ഒന്നുമല്ല, പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. നമുക്ക് നോക്കാം. അടുത്ത് രണ്ടാമതായിട്ട് ഞാൻ പറയുന്ന പേര് നമ്മുടെ ഒരു ആക്ടറാണ്. നിങ്ങൾക്ക് അറിയാം, ഈ വ്യക്തിനെയും അറിയാം. ഇപ്പൊ റീസെന്റ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു താരമാണ്. കാർ ആക്സിഡന്റിന്റെ ഒക്കെ കേസിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് ഇപ്പൊ വീണ്ടും ഒന്ന് ഡൗൺ ഒക്കെ ആയിട്ടൊന്ന് കയറി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ തട്ടിയും മുട്ടിയുമിലൂടെ സുപരിചിതനായിട്ട് മാറിയിട്ടുള്ള, ഇപ്പൊ ഉപ്പുമുളകിലൂടെ സുപരിചിതനായിട്ടുള്ള നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു, ആക്ടർ സിദ്ധാർത്ഥ് പ്രഭു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള പേരാണ് സിദ്ധാർത്ഥിൻ്റെത്. സോ ഇത്തവണയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറയുന്നു. നമുക്ക് നോക്കാം, കൺഫർമേഷൻ ഒന്നും അല്ല. അടുത്ത് മൂന്നാമത്തെ പേര്, കഴിഞ്ഞ സീസണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ PR-ന്റെ പേരും PR ചർച്ചകളും ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ PR എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മുൻപത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഫിലിം ഡയറക്ടർ കൂടിയായിട്ടുള്ള നമ്മുടെ വിനു വിജയ്. ഇതാണ് വിനു വിജയ്. അപ്പോൾ വിനുവിനെയും നമുക്ക് പ്രതീക്ഷിക്കാം ഈ സീസണിലേക്ക്. ഞാൻ പറയുന്നു, പ്രഡിക്ഷനാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. അടുത്ത് നാലാമത്തെ പേര് ഒരു ആക്ട്രസ് ആണ്. പഴയകാല ആക്ട്രസ് ആണ്, ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവാണ്. റീസെൻ്റ്ലി അമ്മ സംഘടനയിലുള്ള കോൺട്രവേഴ്സിയിലൂടെ കുറച്ചൊന്ന് പൊങ്ങി വന്നൊന്ന് ഒരു ലെവലിൽ നിൽക്കുവാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആക്ട്രസ് ആയിട്ടുള്ള നീന കുറുപ്പ്. നീന കുറുപ്പ്. ഓക്കെ, പ്രഡിക്ഷനാണ് നീന കുറുപ്പ്. ഇപ്പം ഏഷ്യാനെറ്റിൽ നമ്മുടെ പത്തരമാറ്റം എന്ന് പറയുന്ന സീരിയലിൽ പുള്ളിക്കാരി ഉണ്ട്. നമുക്ക് പേര് പറഞ്ഞേക്കാം, പ്രഡിക്ഷൻ ആണല്ലോ. അടുത്ത് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് ഒരു സകലകലാവല്ലഭനാണ്. ആക്ടറാണ്, അതുപോലെ തന്നെ സിംഗറാണ്, പ്രൊഡ്യൂസറാണ്, ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ സി കേരളത്തിൽ കറൻലി നമ്മുടെ ശ്യാമാമ്പരത്തിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ആക്ടറാണ്. പേര് തനൂജ് മേനോൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. തനൂജ് മേനോൻ ഒരു സകലകലാ വല്ലഭനാണ്. സോ ബിഗ് ബോസിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് ആറാമത്തത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആങ്കറിൻ്റെ പേരാണ്. ആങ്കറും ആക്ട്രസൊക്കെ ആയിട്ടുള്ള ഏഞ്ചൽ ബേബി അശ്വതി. ഓക്കെ, ഇതാണ് ഏഞ്ചൽ ബേബി അശ്വതി. നമുക്ക് ഈ പേരും വെച്ചേക്കാം. എപ്പോഴും ഒരു ആങ്കറും ഒരു മോഡലൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു യൂത്ത്
കുറച്ചൊക്കെ കാണുമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ തനൂജിൻ്റെയും ഏഞ്ചൽ ബേബിയുടെ ഒക്കെ പേര് പറഞ്ഞ് നമുക്ക് നോക്കാം. ഇൻ കേസ് മുൻകാലങ്ങളിൽ സീസൺ 5-ലും 6-ലും 7-ലും ഒക്കെ ചക്ക വീണ് മുതൽ ചത്തതുപോലെ ചത്താലോ, വെയിറ്റ് ചെയ്യാം. അടുത്ത് 7ാമത്തെ പേര് നമ്മൾ കഴിഞ്ഞ 2-3 സീസണുകളായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്, ആക്ടറാണ്, നിങ്ങൾക്ക് സുപരിചിതനാണ്, നമ്മുടെ ഉപ്പുമുളകിലെ ബാലു എന്ന് അറിയപ്പെടുന്ന ബിജു സോപാനം. ബിജു സോപാനം ഈ സീസണിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് 8ാമത്തെ പേര് നമ്മുടെ ഏഷ്യാനെറ്റിൽ കറന്റ് ഏറ്റവും കൂടുതൽ എപ്പിസോഡുകളുമായി റൺ ചെയ്തുകൊണ്ട് നാളെ അവസാനിക്കാൻ പോകുന്ന സീരിയലായിട്ടുള്ള മൗനരാഗം. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ആദ്യത്തെ സീരിയലാണ് മൗനരാഗം. നാളെ അവസാനിക്കുന്നു. അപ്പോൾ മൗനരാഗത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഐശ്വര്യ റംസായി. ഞാൻ കഴിഞ്ഞ വർഷവും പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞിട്ടുള്ള പേരാണ് ഐശ്വര്യയുടെ. ബിഗ് ബോസ് കഴിഞ്ഞ തവണയും വിളിച്ചിരുന്നു എന്നൊക്കെ കേട്ടിരുന്ന പേരാണ്. സോ ഇത്തവണയും ഞാനത് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അടുത്ത് 9ാമത്തെ പേര് ഈ ഇലക്ഷൻ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു മാർച്ച് ഏപ്രിൽ സമയത്ത് ഭയങ്കരമായി ട്രെൻഡിങ് ആയി നിന്ന് ട്രെൻഡിങ് ഔട്ട് ആയപ്പോഴത്തേക്കും നമുക്കൊക്കെ ഭയങ്കര വിഷമമായിട്ടുള്ള ഒരാളാണ്. ഇലക്ഷൻ സമയത്ത് കയറി വന്ന ലോട്ടസ് ഈസ് ജാക്ക് ഫ്രൂട്ട് ഈസ് ലോട്ടസ്, ചക്ക തന്നെ താമര, താമര തന്നെ ചക്ക, നമ്മുടെ സ്വന്തം അഞ്ജലി നായർ, ആക്ട്രസ് ആയിട്ടുള്ള അഞ്ജലി നായറിനെ എനിക്ക് തോന്നുന്നു കേട്ടോ ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും കൺഫർമേഷൻ ഒന്നും അല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കിടക്കുവാണ്. ഓഡീഷനൊക്കെ ഇപ്പം നടക്കുന്നതേ ഉണ്ടാവുള്ളൂ, ഒന്നും കൺഫർമേഷൻ ഒന്നും ആയിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് പ്രഡിക്ഷൻ പറഞ്ഞ് മുന്നോട്ട് പോവാം. അടുത്ത് 10ാമത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ, നമ്മുടെ സീരിയലിൻ്റെ മമ്മൂട്ടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു TV ആക്ടർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സാജൻ സൂര്യയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ പണ്ടത്തെ കുങ്കുമപ്പൂവ് സീരിയലിലാണ് ഞാൻ സാജൻ സൂര്യ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ സാജൻ സൂര്യയെ ഞാൻ ബിഗ് ബോസ് സീസൺ 8ലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വിളി പോവാറുണ്ടെന്ന് സാജൻ സൂര്യ എപ്പോഴും പറയാറുണ്ട് ഇന്റർവ്യൂസിലൊക്കെ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യൂ സാജൻ സൂര്യ, നമുക്ക് കാണാനൊരു കൊതിയാണ്. അടുത്ത 11ാമത്തെ പേര് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആയുർവേദ ഡോക്ടറും നമ്മുടെ ബിഗ് ബോസ് റിവ്യൂവേഴ്സ് തന്നെ ഒത്തിരി പേരുണ്ട്. അതിൽ നിന്നും ഒരാളായിട്ടുള്ള നമ്മുടെ സ്വന്തം രേവതിയാണ്. പേഴ്സണലി രേവതി ഞാനുമായിട്ടൊക്കെ കുറേ ഇഷ്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ തമ്മിൽ നടന്നിട്ടുണ്ടെങ്കിലും രേവതി വരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. രേവതിക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, അറിഞ്ഞുകൂടാ. അപ്പോൾ രേവതി വരണമെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ റിവ്യൂവേഴ്സിൽ ആരെങ്കിലും ഒക്കെ, അപ്പം ഞാൻ രേവതിയുടെ പേര് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ആരെങ്കിലും ഒക്കെ റിവ്യൂവേഴ്സിൽ ഇനിയെങ്കിലും ബിഗ് ബോസ് റിവ്യൂ മാത്രം ചെയ്യുന്നവരിൽ നിന്നും ആരെങ്കിലും ഒക്കെ ഒരാളകത്ത് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ രേവതിയുടെ പേര് പറഞ്ഞത്. അടുത്ത് 12ാമത്തെ പേര് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷം ജിസേൽ വന്നു. ജിസേൽ ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും മലയാളം ബിഗ് ബോസിൽ വന്നു. അപ്പോൾ അതുപോലെ തന്നെ തമിഴ് ബിഗ് ബോസ് സീസൺ 6-ലും തെലുങ്ക് ബിഗ് ബോസ് സീസൺ 9-ലും ഒക്കെ വന്നിട്ടുള്ള നമ്മുടെ സ്വന്തം ആയിഷയാണ്. മലയാളിയാണ് ആയിഷ. കാസർഗോഡ് ആണെന്ന് തോന്നുന്നു സ്വദേശം, എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. ഇതാണ് ആയിഷ. അപ്പോൾ ആയിഷ മലയാളം ബിഗ് ബോസിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ. അടുത്ത് 13ാമത്തെ പേര് കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും കൺഫർമേഷൻ ലിസ്റ്റുകളിലും ഒക്കെ നമ്മൾ അവസാനം വരെ പറഞ്ഞതും നിറഞ്ഞു നിന്നതുമായിട്ടുള്ള ഒരു പേരാണ് ആക്ടറായിട്ടുള്ള ആദിത്യൻ ജയൻ. ആദിത്യൻ ജയൻ്റെ പേര് ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത പേര് ഞാൻ പറയുന്നത് നമ്മുടെ 14ാമത്തെ പേര് ആക്ട്രസ് ആണ്. ഏഷ്യാനെറ്റിലെ കറന്റ് ഇഷ്ടം മാത്രം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അതിലെ ആക്ട്രസ് ആണ് മൃദുല വിജയ്. ഞാൻ മൃദുലയുടെയും യുവയുടെയും ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട്. യുവയും വരാൻ സാധ്യതയുണ്ട്. യുവയും പണ്ടൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മൃദുലയും എല്ലാ സീസണിലും വിളിക്കാറുണ്ടെന്ന് മൃദുല പറയാറുണ്ട്. പക്ഷെ യുവയ്ക്ക് ഇപ്പോൾ പുതിയ ഏതോ ഒരു സീരിയൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. മൃദുല ഇപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ. സോ മേ ബി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദെൻ 15ാമത്തത് ഇപ്പോൾ എവിടെ നോക്കിയാലും ദൃശ്യം. അപ്പോൾ ദൃശ്യത്തിൽ നിന്നും ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പേര് തന്നെയാണ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ആക്ടറായിട്ടുള്ള നമ്മുടെ സ്വന്തം റോഷൻ ബഷീറിനെ നമുക്ക് സീസൺ 8ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് വെച്ചേക്കാം. അടുത്ത് 16ാമത്തെ പേര് ഞാൻ പറയുന്നത് ആക്ട്രസ് ആണ്. പണ്ട് മുതൽ സിനിമകളിലൂടെ വന്നിട്ടുള്ള, മലയാളം അത്ര വശമില്ല, ഇപ്പം വശമായി വരുന്നുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിലെ കുടുംബ വിളക്ക് എന്ന് പറയുന്ന സീരിയലിൽ ഉണ്ടായിരുന്ന താരമാണ്. ഇപ്പോൾ സൂര്യ TV-യിൽ 5 സുന്ദരികൾ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നു. ആക്ട്രസ് ആയിട്ടുള്ള മികവുറ്റ ഒരു ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം മീര വാസുദേവനാണ് നമ്മുടെ കുടുംബ വിളക്കിലെ സുമിത്ര. ആ ഫോട്ടോ ഞാൻ എടുത്ത് കാണിച്ചത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീര വാസുദേവ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത 17ാമത്തെ പേര് ഇപ്പോൾ കഴിഞ്ഞ വർഷം അനുമോളെ പോലൊരു സെലിബ്രിറ്റി ഒരു ഇനാഗ്രേഷൻ ഒക്കെ ചെയ്ത് സ്റ്റാർ മാജിക് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരാൾ വന്നതുപോലെ ഇത്തവണ ഞാൻ നമ്മുടെ ആങ്കറും ഇനാഗ്രേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ പേര് കൂടി പറയുവാണ്. ലക്ഷ്മി നക്ഷത്രയ്ക്കും എല്ലാ വർഷവും കോള് പോകാറുണ്ടെന്ന് ലക്ഷ്മി നക്ഷത്ര പലതവണയായിട്ട് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. സോ ലക്ഷ്മി നക്ഷത്രയും നമുക്ക് പ്രതീക്ഷിക്കാം. സീസൺ 8ന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലോട്ട് വെച്ചേക്കാം.
അടുത്ത് 18ാമത്തെ പേരായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഒരു വ്ളോഗറും ആങ്കറും ആക്ടറും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം, എനിക്ക് തോന്നുന്നു യൂത്ത് ഐക്കൺസിൻ്റെ ഒക്കെ വൺ ഓഫ് ദ ഫേവറേറ്റ് പേഴ്സൺ ആയിട്ടുള്ള കാർത്തിക് സൂര്യ. കറൻലി നമ്മുടെ കാർത്തിക് സൂര്യ ഇപ്പോൾ നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലാണ് ആങ്കറായിട്ടുള്ളത്. ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കാർത്തിക് സൂര്യ. അപ്പോൾ അതുകൊണ്ട് കാർത്തിക് സൂര്യയെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാർത്തിക് സൂര്യയും മുൻകാലങ്ങളിൽ ബിഗ് ബോസിൻ്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തതായിട്ട് കിംവദന്തികൾ കേൾക്കുന്നുണ്ട്, അറിയില്ല. അടുത്ത 19ാമതായിട്ട് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന മറ്റൊരു അഖിൽമാരാർ കൂടി നമ്മുടെ ഷോയിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും? അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് നമ്മുടെ കമൻറ്റേറ്റർ ആയിട്ടുള്ള രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ പണ്ട് ബിഗ് ബോസിൻ്റെ തന്നെ മറ്റൊരു വെർഷനായിട്ടുള്ള മലയാളി ഹൗസിൽ വന്ന് വിൻ ചെയ്തിട്ടുള്ള ആളാണ് സൂര്യ TV-യിൽ. എന്നിരുന്നാലും നമുക്ക് പറയാമല്ലോ, പേരുകൾ പറയുന്നതിനും പ്രഡിക്റ്റ് ചെയ്യുന്നതിനും യാതൊരുവിധ അതിരുകളും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ പറയുകയാണ്. അടുത്ത 20ാമത്തെയും അവസാനത്തെയും പേരായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ടീച്ചറും ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ശ്രീലക്ഷ്മി അറക്കലിനെയാണ്. എല്ലാ വർഷവും പറയാറുള്ള പേരാണ്. എനിക്ക് തോന്നുന്നു സീസൺ 1 മുതൽക്കേ 2 മുതൽക്കേ തന്നെ കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് ശ്രീലക്ഷ്മി അറക്കൽ. വരട്ടെ, പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ പറയുകയാണ് ഈ പേര്. അപ്പോൾ 20 പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സന്ധ്യാമ്മ, സിദ്ധാർത്ഥ് പ്രഭു, വിനു വിജയ്, നീന കുറുപ്പ്, തനൂജ് മേനോൻ, ഏഞ്ചൽ ബേബി അശ്വതി, ബിജു സോപാനം, ഐശ്വര്യ റംസായി, അഞ്ജലി നായർ, സാജൻ സൂര്യ, രേവതി, ആയിഷ, ആദിത്യൻ ജയൻ, മൃദുല വിജയ്, റോഷൻ ബഷീർ, മീര വാസുദേവ്, ലക്ഷ്മി നക്ഷത്ര, കാർത്തിക് സൂര്യ, രാഹുൽ ഈശ്വർ, ശ്രീലക്ഷ്മി അറക്കൽ. ഇത്തവണത്തെ സീസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10-12 കണ്ടസ്റ്റന്റിനെ ആയിരിക്കും നമുക്ക് മാക്സിമം പ്രഡിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൺഫർമേഷൻ പറയാനും പറ്റുക. കാരണം 6-7 പേര് മേ ബി കോമണർ ആയിരിക്കാം BB അഗ്നി പരീക്ഷയിലൂടെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു 10-12 പേരായിരിക്കാം വരാൻ സാധ്യതയുള്ളത്. 12ഓളം സെലിബ്രിറ്റീസ്. അപ്പം എന്തായാലും കോമണേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് പുതുതായിട്ട് വന്ന് ഒരു ഫേസ് വാല്യൂ ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം ഷോയിൽ പിന്നെ ബാക്കി നിൽക്കുന്നത് ആരാ? അത്രയും പവറുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും മാത്രമേ, അത്രയും ഫേസ് വാല്യൂ ഉള്ള കണ്ടസ്റ്റന്റ് ആണെങ്കിലും മാത്രമേ ഷോ ഓടത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല ബിഗ് ബോസുകളും കണ്ട എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈലി സെലിബ്രിറ്റീസ് ആയിരിക്കാം വരാൻ സാധ്യതയുള്ളത്. കൂടുതലും ആക്ട്രസ് മേഖലകൾ തന്നെ ആയിരിക്കാം. അപ്പോൾ ഈ 20 പേരുകൾ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ്. ഇതിൽ നിന്നും ചിലപ്പോൾ 1, 2, 3, 4, 20 പേരും വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് കാത്തുനിരുന്ന് എന്നെ കണ്ട് തന്നെ അറിയാം. ഇനി മറ്റൊരു പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് ഉടനെ ഒന്നും ഉണ്ടാവത്തില്ല. എന്നാലും മറ്റൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അടുത്ത ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. BB അഗ്നി പരീക്ഷയുടെ പ്രൊമോസ് ഒക്കെ വരട്ടെ, ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരട്ടെ. എവിടെയാണ്, എന്നാണ്, എപ്പോഴാണെന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ. ഇതൊരു പ്രഡിക്ഷനാണ്, കൺഫർമേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് കരുതി എന്താ പറയുക, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇവർ കൺഫേം ആണോ, അവർ കൺഫേം ആണോ, അവരല്ല ഇവരല്ല എന്ന് പറയുന്നത് പ്രഡിക്ഷനാണ്. പ്രഡിക്ഷനായിട്ട് മാത്രമായിട്ട് എടുക്കുക. യൂട്യൂബിൽ ഒരു 100,000 പ്രഡിക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അൻസഫിൻ്റെ പ്രഡിക്ഷനും കൂടെ അവിടെ ഇരുന്നോട്ടെ. നമുക്ക് നോക്കാം. എല്ലാ പ്രാവശ്യം ഉള്ളതുപോലെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് കമൻ്റ് ഒന്നും ചെയ്യണില്ല. അപ്പോൾ എനിക്കൊന്നും അറിയില്ല നിങ്ങൾ ഏത് ലെവലിലാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യം. അപ്പം നിങ്ങൾ അതൊക്കെ പറയുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബൈ. ഈദ് മുബാറക്.